വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. വൻ വിജയത്തിന് പിന്നാലെ പുതിയ സർക്കാർ രൂപീകരിക്കാനുള്ള നടപടികളിലേക്ക് കടന്ന UDF. ജില്ലയിൽ നിന്നും മന്ത്രി ഉണ്ടാകുമോ എന്ന ആകാംക്ഷയിൽ തൃശൂർ. ജില്ലയിൽ മുന്നണികൾക്ക് ലഭിച്ച വോട്ടിംഗ് ശതമാനത്തിൽ LDF-നൊപ്പം പിടിച്ച് UDF. സീറ്റുകളുടെ എണ്ണത്തിൽ മുന്നേറാൻ കഴിയാത്തതിൽ UDF-ൽ നിരാശ. ഗുരുവായൂർ മണ്ഡലത്തിൽ മുസ്ലിം ലീഗിന്റെ ഉരുക്ക് കോട്ടകളിൽ വിള്ളൽ വീണത് CH റഷീദിന്റെ പരാജയത്തിന് കാരണമായതായി വിലയിരുത്തൽ. കടപ്പുറം പൊന്നിയൂർ പഞ്ചായത്തുകളിൽ പ്രതീക്ഷിച്ച മുന്നേറ്റം ഉണ്ടാക്കാനായില്ലെന്നും വിലയിരുത്തൽ. ഫലപ്രഖ്യാപനം കഴിഞ്ഞിട്ടും മണലൂരിൽ വിവാദങ്ങൾ കനക്കുന്നു. കോടതിയെ സമീപിക്കാനൊരുങ്ങി TN പ്രതാപൻ. അപരൻ പിടിച്ച 184 വോട്ടുകളും ഫലത്തെ സ്വാധീനിച്ചു. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ വലിയ വിളക്ക് ബുധനാഴ്ച ആഘോഷിക്കും. വിളക്ക് ആഘോഷം ദർശിക്കാൻ ആയിരങ്ങൾ സംഗമേശ്വര സന്നിധിയിലേക്ക് ഒഴുകിയെത്തും. ഞാൻ റിയ. വാർത്തകൾ വിശദമായി. UDF മന്ത്രിസഭ രൂപീകരണത്തിന്റെ ചർച്ചകൾ പുരോഗമിക്കുമ്പോൾ ജില്ലയിൽ നിന്നും മന്ത്രിയുണ്ടാകുമോ എന്ന ആകാംക്ഷയിലാണ് തൃശൂർ. നീണ്ട 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് UDF മൃഗീയ ഭൂരിപക്ഷത്തിൽ അധികാരത്തിലേക്ക് വരുമ്പോൾ ജില്ലാ കോൺഗ്രസ് ആസ്ഥാനത്തിനും പുതിയൊരു മുഖം കൈവരികയാണ്. ജില്ലാ കോൺഗ്രസ് അധ്യക്ഷൻ അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് ഇത്രയേറെ ഒരു വിജയം പ്രതീക്ഷിച്ചിരുന്നു. പ്രത്യേകിച്ച് പറയാൻ കാരണം തൃശൂർ മണ്ഡലത്തിൽ 10,000 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് കോൺഗ്രസ് നേതാക്കൾ പോലും തങ്ങളുൾപ്പെടെയുള്ളവർ പറഞ്ഞിരുന്നത്. പക്ഷേ അത് 26,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ്. അത് വലിയ വിജയം തന്നെയാണ്. ഞങ്ങൾ 10,000+ എന്നുള്ളതാണ് ഞങ്ങൾ വിചാരിച്ചിരുന്നത്. കാരണം കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിന് അങ്ങനെയാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. ഇത് അതിൽ നിന്ന് വ്യത്യസ്തമായി വലിയ വിജയം ഞങ്ങൾക്ക് കൈവരിക്കാൻ സാധിച്ചു. അതിൽ 2 കാര്യമാണ് എനിക്കതിൽ പറയാനുള്ളത്. ഒന്ന്, പിന്നെ പിണറായി വിജയൻ്റെ സർക്കാരിനോടുള്ള എതിർപ്പ്. അതുമാത്രമല്ല, അതിൽ കൂടുതലായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഭാരതീയ ജനതാ പാർട്ടിയെ തളയ്ക്കുക എന്നുള്ളതാണ്. ഒരു മതേതര മുഖമുള്ള തൃശ്ശൂരിനെ സുരേഷ് ഗോപിയുടെ വിജയം സമ്മാനിച്ചത് മതേതരത്വത്തിന് ഏറ്റ വലിയൊരു മുറിവാണ്. അതിനുകൂടിയുള്ള ഒരു നടപടിയായിട്ടാണ്, ജനങ്ങളുടെ ഒരു സർജിക്കൽ സ്ട്രൈക്കാണ് അതിൽ കണ്ടത്. അതങ്ങനെ പാർട്ടി മാറി BJPയിലേക്ക് ചെന്ന പിന്നെ പത്മജ വേണുഗോപാലിനെ 3ാം സ്ഥാനത്തേക്ക് കൂടെ തള്ളുകയാണ്. അപ്പോൾ BJPയെ തളയ്ക്കുക എന്നുള്ളത് കൂടെ ആ ഒരു ദൗത്യം കൂടെ അവിടെ നടന്നു എന്നുള്ളതാണ്. പറയുമ്പോഴും ജില്ലയിൽ സംസ്ഥാനത്തുണ്ടായിരുന്ന അതേ തരംഗത്തിനൊപ്പമുള്ള ഒരു തിളക്കമർന്ന വിജയം കൈവരിക്കാനായില്ലെന്നൊരു ആരോപണം ഉയരുന്നുണ്ടോ? അത് തീർച്ചയായിട്ടും അങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഞാൻ DCC പ്രസിഡൻ്റായിട്ട് 1 വർഷമേ ആയുള്ളൂ. 2016 വിജയം 1ആണ്, 2021 1ആണ്, 2011 കേവലം 6 സീറ്റുകളാണ്. അപ്പോൾ വർഷങ്ങളായിട്ട് UDFന് സംഭവിച്ചിട്ടുള്ള വലിയൊരു പരാജയമുണ്ട്. ആ പരാജയത്തിൽ നിന്ന് ഞങ്ങൾ കരകയറലാണ്. തദ്ദേശ സ്ഥാപനങ്ങളിൽ ഞങ്ങൾക്ക് 39 പഞ്ചായത്തും കോർപ്പറേഷനും കിട്ടി. ഇപ്പോൾ അത് 1 സീറ്റ് എന്നുള്ളത് 4 സീറ്റിലേക്ക് ആക്കാൻ പറ്റി. മാത്രമല്ല, 3 സീറ്റുകളിൽ നാമമാത്രമായ വോട്ടുകൾക്കാണ് ഞങ്ങൾ പരാജയപ്പെട്ടത്. പുതുക്കാടായാലും മണലൂരായാലും ഗുരുവായൂരായാലും. മണലൂരിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു മന്ത്രി സ്ഥാനത്തേക്ക് വരെ പരിഗണിച്ചിരുന്ന വ്യക്തിയാണ്, അദ്ദേഹമാണ് പരാജയം. തീർച്ചയായും അത് വലിയ ഷോക്കാണ് ഞങ്ങൾക്ക്. ആ റിസൾട്ട് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുള്ളതല്ല. 126 വോട്ടിന് തോൽക്കുക എന്നുള്ളത്. പ്രതാപനെ പോലെയുള്ള ഞങ്ങളുടെ ഏറ്റവും നല്ലൊരു കാൻഡിഡേറ്റാണ് അവിടെ പരാജയപ്പെട്ടത്. അത് തീർച്ചയായിട്ടും പഠിക്കേണ്ടതാണ്, വേണ്ട നടപടികൾ സ്വീകരിക്കും. മാത്രമല്ല, ഞങ്ങളെ സംബന്ധിച്ച് ഒരു കാര്യത്തിൽ ഞങ്ങൾക്ക് അഭിമാനിക്കാം. ഈ പ്രയാണത്തിൽ, ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രയാണത്തിൽ ഇടതുപക്ഷ കോട്ടകൾ എന്ന് അവകാശപ്പെട്ടിരുന്ന 30,000-നും 25,000-നും ഒക്കെ ജയിച്ചുകൊടുത്ത് അവരുടെ ഭൂരിപക്ഷം വളരെ കുറയ്ക്കാൻ സാധിച്ചു. ഇപ്പോൾ കുന്നംകുളത്ത് 4,000-ന് താഴെയാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് UDFന് വലിയ നേട്ടമുണ്ടാക്കാൻ സാധിച്ചു. മാത്രമല്ല, BJPയെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ 10 സ്ഥലങ്ങളിൽ കോൺഗ്രസ് 3ാം സ്ഥാനത്തായിരുന്നു, BJPയാണ് 1ാം സ്ഥാനത്ത്. അത് തിരികെ പിടിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു എന്നുള്ളതാണ്. ഈ പാർലമെൻറ്റ് സെക്ടറിൽ 6 സ്ഥലത്ത് ഞങ്ങൾ 3ാം സ്ഥാനത്ത് പോയി. ജില്ലയിൽ നിന്ന് ഒരു മന്ത്രി ഉണ്ടാവും.
മന്ത്രിസ്ഥാനം കിട്ടണമെന്ന് ഞങ്ങൾ സ്വാഭാവികമായും ഐക്യജനാധിപത്യ മുന്നണിയുടെ ഭരണം വരുമ്പോൾ ഞങ്ങളത് ആഗ്രഹിക്കുന്നുണ്ട്. അത് തീരുമാനമെടുക്കേണ്ടത് സംസ്ഥാന നേതൃത്വം. എന്തായാലും ആദ്യം പറഞ്ഞതുപോലെ തന്നെ 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം UDF മൃഗീയ ഭൂരിപക്ഷത്തിൽ തന്നെ സംസ്ഥാനത്ത് അധികാരത്തിൽ വരുമ്പോൾ ജില്ലാ കോൺഗ്രസ് ആസ്ഥാനത്തിനെ കെ കരുണാകരൻ സപ്തതി മന്ദിരം എന്ന പേരിലുള്ള ജില്ലാ കോൺഗ്രസ് ആസ്ഥാനത്തിന് പുതിയൊരു മുഖം കൈവരികയാണ്. TCVക്ക് വേണ്ടി ക്യാമറമാൻ റോയിയോടൊപ്പം മുകേഷ് ലാൽ. ജില്ലയിൽ മുന്നണികൾക്ക് ലഭിച്ച വോട്ടിംഗ് ശതമാനത്തിൽ LDFനൊപ്പം പിടിച്ച് UDF. അതേസമയം സീറ്റുകളുടെ എണ്ണത്തിൽ മുന്നേറാൻ കഴിയാത്തത് UDFന് നിരാശ സമ്മാനിച്ചു. ജില്ലയിൽ 40.32% വോട്ട് നേടി LDF ഒന്നാമതെത്തിയപ്പോൾ 40.21% വോട്ട് UDFും പിടിച്ചു. 17.94% NDAയുടെ വോട്ട് വിഹിതം. ചെറുകക്ഷികളും സ്വതന്ത്രരും ചേർന്ന് 1.53% വോട്ട് നേടി. ജില്ലയിൽ ആകെ പോൾ ചെയ്ത 19,82,752 വോട്ടുകളിൽ LDFന്റെ അക്കൗണ്ടിലെത്തിയത് 7,99,499 വോട്ടുകൾ. 7,97,391 വോട്ടുകൾ UDFും സ്വന്തമാക്കി. ഇരു മുന്നണികളും തമ്മിലുള്ള വ്യത്യാസം 2,108 വോട്ട് മാത്രം. 3,55,757 വോട്ടാണ് NDA നേടിയത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് UDF വോട്ടുകളിൽ 1.25 ലക്ഷത്തിലധികം വർധനവുണ്ട്. NDAയ്ക്ക് 1/4 ലക്ഷത്തോളം വോട്ടും കൂടി. എന്നാൽ 2021 താരതമ്യം ചെയ്യുമ്പോൾ LDF അക്കൗണ്ടിൽ 1,30,500 വോട്ട് കുറവ് വന്നിട്ടുണ്ട്. അതേസമയം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 5.5 ലക്ഷം വോട്ട് നേടിയ NDAയ്ക്ക് ഈ നിയമസഭാ പോരാട്ടത്തിൽ 2 ലക്ഷത്തോളം വോട്ട് കുത്തനെ കുറഞ്ഞു. UDFും LDFും ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ വോട്ട് വിഹിതം വർദ്ധിപ്പിക്കുകയും ചെയ്തു. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വോട്ട് കണക്ക് നോക്കിയാലും NDAയ്ക്കാണ് നഷ്ടം. ന്യൂസ് ഡെസ്ക് TCV. ഗുരുവായൂർ മണ്ഡലത്തിൽ മുസ്ലിം ലീഗിന്റെ ഉരുക്കുകോട്ടകളിൽ വിള്ളൽ വീണത് CH റഷീദിന്റെ പരാജയത്തിന് പ്രധാന കാരണമായതായി വിലയിരുത്തൽ. ലീഗ് അനിഷേധ്യ ശക്തിയായ കടപ്പുറം പഞ്ചായത്തിലും UDF ഭരിക്കുന്ന പൊന്നിയൂർ പഞ്ചായത്തിലും പ്രതീക്ഷിച്ച മുന്നേറ്റമുണ്ടാക്കാൻ കഴിയാത്തതാണ് തിരിച്ചടിയായത്. CH റഷീദിന്റെ പഞ്ചായത്ത് കൂടിയാണ് കടപ്പുറം. UDF കോട്ടയിലെ വിള്ളൽ CH റഷീദിന്റെ പരാജയത്തിന്റെ ആക്കം കൂട്ടി. 2,500 മുതൽ 3,000 വരെയാണ് കടപ്പുറം പഞ്ചായത്തിൽ ഭൂരിപക്ഷം പ്രതീക്ഷിച്ചത്. എന്നാൽ 1,983 വോട്ടിന്റെ ലീഡാണ് CH റഷീദിന് ലഭിച്ചത്. പഞ്ചായത്ത് രൂപീകരണം മുതൽ മുസ്ലിം ലീഗ് മാത്രം ഭരിച്ചിട്ടുള്ള പഞ്ചായത്ത് കൂടിയാണ് കടപ്പുറം. ഒപ്പം തന്നെ UDF ഭരിക്കുന്ന പൊന്നിയൂർ പഞ്ചായത്തിലും ഭൂരിപക്ഷം കുറഞ്ഞു. പൊന്നിയൂർ പഞ്ചായത്തിൽ 3,000 മുതൽ 3,500 വരെ ഭൂരിപക്ഷമാണ് പാർട്ടി പ്രവർത്തകർ പ്രതീക്ഷിച്ചത്. എന്നാൽ 2,333 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് ലഭിച്ചത്. UDF കേന്ദ്രങ്ങളിലുണ്ടായ അപ്രതീക്ഷിത വോട്ട് ചോർച്ച താഴെത്തട്ടിൽ വിശദമായി പരിശോധിക്കണമെന്നാണ് പ്രവർത്തകരുടെ ആവശ്യം. TCV ചാവക്കാട്. ഫലപ്രഖ്യാപനം കഴിഞ്ഞിട്ടും മണലൂരിൽ വിവാദങ്ങൾ കനക്കുന്നു. തെരഞ്ഞെടുപ്പ് ഫലം കോടതി കയറുമെന്നുറപ്പായി. അതേസമയം TN പ്രതാപന്റെ അപരൻ പിടിച്ച 184 വോട്ടുകളും ഫലത്തെ സ്വാധീനിച്ചു. 126 വോട്ടിന്റെ നേരിയ ഭൂരിപക്ഷത്തിലാണ് മണലൂരിൽ CPMലെ പ്രൊഫസർ C രവീന്ദ്രനാഥ് വിജയിച്ചത്. കോൺഗ്രസിലെ കരുത്തൻ TN പ്രതാപനുമായി ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിനൊടുവിലായിരുന്നു ഇടതിന്റെ വിജയം. ഭൂരിപക്ഷം പ്രഖ്യാപിക്കുന്നതിൽ അവ്യക്തതയുണ്ടായിരുന്നു. ഒടുവിൽ 126 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ രവീന്ദ്രനാഥ് മുന്നിലെത്തി. ഇതോടെ TN പ്രതാപൻ കൗണ്ടിംഗ് സ്റ്റേഷനിലെത്തി 5 VVPAT മെഷീനുകൾ വീണ്ടും എണ്ണാൻ ആവശ്യപ്പെടുകയായിരുന്നു. 200ഓളം തപാൽ വോട്ടുകൾ രണ്ടാമതും എണ്ണണമെന്നും പ്രതാപൻ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ തീരുമാനം പ്രതാപന് അനുകൂലമായില്ല. തപാൽ വോട്ടുകൾ ക്രമാതീതമായി അസാധുവാക്കപ്പെട്ടതിൽ അസ്വാഭാവികതയുണ്ടെന്നാണ് ഇപ്പോൾ UDF ആരോപിക്കുന്നത്. ഇതിനെതിരെ നിയമ പോരാട്ടം നടത്താനാണ് തീരുമാനം. ഹൈക്കോടതിയിൽ ഹർജി ഫയൽ ചെയ്യുമെന്ന് UDF കേന്ദ്രങ്ങൾ അറിയിച്ചു. അതേസമയം TN പ്രതാപന്റെ അപരൻ പ്രതാപൻ 184 വോട്ടുകൾ നേടിയത് തെരഞ്ഞെടുപ്പ് ഫലത്തിൽ നിർണായകമായി. പ്രൊഫസർ C രവീന്ദ്രനാഥിന്റെ അപരൻ K രവീന്ദ്രനാഥ് 234 വോട്ടുകളും നേടിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് TCV. UDF മാള മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച വിജയാഹ്ലാദ പ്രകടനത്തിൽ OJ ജനീഷ് പ്രവർത്തകരെയും നാട്ടുകാരെയും അഭിവാദ്യം ചെയ്തു. ലീഡർ ചത്തുരത്തിലെത്തിയ OJ ജനീഷ് K കരുണാകരന്റെ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷമാണ് വിജയാഹ്ലാദ പ്രകടനത്തിൽ പ്രവർത്തകർക്കൊപ്പം അണിനിരുന്നത്. ഇടവേള. Ceramic Center, tiles, bath fittings, sanitary ware, wallpaper, wooden and SPC flooring, variety range of kitchen sinks, all in one roof. Ceramic Center.
ഏറ്റവും ട്രെൻഡിംഗ് ഡിസൈനായ മൊറോക്കൻ ആത്തുക്കുടി ടൈൽസിന്റെ വിപുലമായ ശേഖരം. ഇവയെല്ലാം വേൾഡിലെ ടോപ്പ് ബ്രാൻഡിനൊപ്പം ബ്യൂട്ടിഫുൾ ഡിസൈനോട് കൂടി 40 വർഷത്തെ എക്സ്പീരിയൻസും വെൽ ട്രെയിൻഡ് സ്റ്റാഫുമുള്ള മോസ്റ്റ് ട്രസ്റ്റഡ് ഷോറൂം സെറാമിക് സെന്റർ. വിസിറ്റ് അവർ ഷോറൂം, എക്സ്പീരിയൻസ് ദ ഡിഫറൻസ്. സെറാമിക് സെന്റർ, ശങ്കരായ റോഡ്, നിയർ വെസ്റ്റ് ഫോർട്ട്, തൃശൂർ. ഹായ്, ടുലിപ്സിൽ ഇപ്പോൾ സമ്മർ സ്പെഷ്യൽ ഓഫർ. ടുലിപ്സിൽ വന്ന് ഏത് ഹെയർ സ്പാ ചെയ്താലും ഡീറ്റാൻ പാക്ക് ഫ്രീ. കൂടാതെ പെഡിക്യൂർ വിത്ത് മാനിക്യൂർ ചെയ്താലും ഡീറ്റാൻ പാക്ക് ഫ്രീ ആണ്. അത് മാത്രമല്ല, ടുലിപ്സിൽ സ്കിന്നിനും ഹെയറിനും വേറെയും ഓഫറുകളുണ്ട്. ഈ സമ്മറിൽ നിങ്ങളുടെ സ്കിന്നിന് കൂടുതൽ കെയർ നൽകൂ ടുലിപ്സിൽ നിന്ന്. Tulips, every beauty solution under a single umbrella. മുടിയുടെ കാര്യമാണ്, സ്കിന്നിന്റെയും കാര്യമാണ്. അപ്പൊ പിന്നെ റിസ്ക് എടുക്കാനൊക്കത്തില്ല. നെല്ലിക്ക, നീലയമരി, ബ്രഹ്മി, കയ്യോന്നി, അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ ഡേ തയ്യാറാക്കുന്നത്. ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡൈ ഇപ്പോൾ ഹരിതയിൽ നിന്നും. Key OTT, 32 OTT platforms and all the live contents in single app. Subscribe now. Key OTT, one platform, 32 OTTs. വാർത്തകൾ തുടരുന്നു. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ വലിയ വിളക്ക് ബുധനാഴ്ച ആഘോഷിക്കും. വെള്ളിയാഴ്ച കൂടപ്പുഴ ആറാട്ടുകടവിൽ നടക്കുന്ന ആറാട്ടോടെ ഈ വർഷത്തെ ഉത്സവത്തിന് സമാപനമാകും. ഈ വർഷത്തെ ഉത്സവത്തിലെ അവസാന വിളക്കാഘോഷമാണ് ബുധനാഴ്ച നടക്കുക. സന്ധ്യയോടെ ക്ഷേത്രവും പരിസരവും ലക്ഷദീപങ്ങളാൽ നിറയും. ആൽത്തറയിലും കൊട്ടിലായ്ക്കൽ പറമ്പിലെ ദേവസ്വം കെട്ടിടത്തിലും ദീപം തെളിയിക്കും. വൈകിട്ട് നടക്കുന്ന വിളക്കാഘോഷം ദർശിക്കാൻ ആയിരങ്ങളാണ് സംഗമേശ്വര സന്നിധിയിലേക്ക് ഒഴുകിയെത്തുക. രാത്രി നടക്കുന്ന വിളക്കെഴുന്നള്ളിപ്പിന് 17 ഗജവീരന്മാർ അണിനിരക്കും. പെരുവനം കുട്ടന്മാരാർ മേളപ്രമാണം വഹിക്കും. വ്യാഴാഴ്ച ക്ഷേത്രത്തിൽ പള്ളിവേട്ട നടക്കും. വർഷത്തിലാദ്യമായി ഭഗവാൻ ക്ഷേത്ര മതിൽക്കെട്ടിനകത്ത് നിന്ന് പുറത്തേക്കിറങ്ങുക പള്ളിവേട്ട ദിവസമാണ്. പുറത്തിറങ്ങുന്ന ഭഗവാന് കേരള പോലീസ് റോയൽ സല്യൂട്ട് നൽകി ആദരിക്കും. തുടർന്ന് 3 ഗജവീരന്മാരുടെ അകമ്പടിയോടെ ആൽത്തറയിലേക്ക് വേട്ടയ്ക്കായി പുറപ്പെടുന്നു. ആൽത്തറയിൽ ദുഷ്ടമൃഗത്തെ വേട്ടയാടിയ ശേഷം ക്ഷേത്രത്തിലേക്ക് തിരിക്കും. തുടർന്ന് പഞ്ചവാദ്യം ആരംഭിക്കും. ദേവസ്വം ഓഫീസിന് മുന്നിലുള്ള പന്തലിലെത്തിയ ശേഷം പാണ്ടിമേളം ആരംഭിക്കുകയും മേളത്തിന്റെ അകമ്പടിയോടെ ഭഗവാൻ ക്ഷേത്രത്തിൽ പ്രവേശിക്കുകയും ചെയ്യുന്നതോടെ പള്ളിവേട്ട ചടങ്ങ് പൂർത്തിയാകും. TCV ന്യൂസ്, ഇരിങ്ങാലക്കുട. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രോത്സവത്തിൽ 7ാം ഉത്സവം ആഘോഷിച്ചു. ശിവേലിക്ക് പല്ലാട്ട് ബ്രഹ്മദത്തൻ ഭഗവാന്റെ തിടമ്പേറ്റി. പാറമേക്കാവ് കാശിനാഥനും ബാസ്റ്റ്യൻ വിനയസുന്ദരൻ കൂട്ടാനകളായിരുന്നു. കിഴക്കോട്ട് അനിയന്മാറ ശിവേലിക്ക് മേളപ്രമാണികത്വം വഹിച്ചു. രാവിലത്തെ ശിവേലി എഴുന്നള്ളത്തും രാത്രിയിലെ വിളക്കും ദർശിക്കാൻ ആയിരങ്ങളാണ് ക്ഷേത്രത്തിലേക്ക് എത്തുന്നത്. 8 വിളക്കിനും 8 ശിവേലിക്കും 17 ആനകൾ അണിനിരക്കും. പഞ്ചാരി മേളവും ഉണ്ടാകും. ഭഗവാന്റെ തിടമ്പ് പുറത്തേക്ക് എഴുന്നള്ളിച്ച് നാലമ്പലത്തിന് ചുറ്റും 4 പ്രദക്ഷിണം ചെയ്തതിനു ശേഷമാണ് പഞ്ചാരിമേളത്തിന്റെ പതികാലത്തിന് കിഴക്കേ നടപ്പുരയിൽ കേളിക്കെട്ടുയരുന്നത്. 100ഓളം കലാകാരന്മാരാണ് പഞ്ചാരിമേളത്തിൽ അണിനിരക്കുന്നത്. വലിയ വിളക്ക് ദിവസമായ നാളെയാണ് പഞ്ചാരിമേളം അവസാനിക്കുന്നത്. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ ഉത്സവത്തിന് എത്തിച്ച ആന ഇടഞ്ഞു. മച്ചാട് ഗോപാലൻ എന്ന ആനയാണ് ഇടഞ്ഞത്. വിളക്കെഴുന്നള്ളിപ്പിന് ശേഷം ദേവസ്വത്തിന്റെ സ്ഥലമായ മഹാത്മാ ലൈബ്രറിക്ക് സമീപമുള്ള പറമ്പിൽ തളച്ചിരുന്ന ആനയാണ് ഇടഞ്ഞത്. പറമ്പിലെ തെങ്ങിൽ തളച്ചിരുന്ന ആന തെങ്ങ് മറിച്ചിട്ടു. എലിഫന്റ് സ്ക്വാഡ് അംഗങ്ങളും പാപ്പാന്മാരും ചേർന്ന് ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് ആനയെ തളച്ചത്. ഇത്തവണത്തെ ഉത്സവത്തിനിടെ ഇത് 3ാം തവണയാണ് ആന ഇടയുന്നത്. വെള്ളിയാഴ്ച വാഴ്വാടി കാശിനാഥൻ എന്ന ആന ഇടഞ്ഞ് പാപ്പാനെ ചവിട്ടിക്കൊന്നിരുന്നു. അതിനടുത്ത ദിവസം ഗുരുവായൂർ ദേവദാസ് എന്ന ആന ഇടഞ്ഞ് പാപ്പാനെ ഓടിച്ചതിനെ തുടർന്ന് ഉത്സവത്തിൽ പങ്കെടുക്കാതെ ആനയെ തിരിച്ചയച്ചു. തൃശൂരിൽ BJPയെ തളച്ചെന്ന് DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് പറഞ്ഞു. മോദി ഉൾപ്പെടെ 46 വിഐപികൾ തൃശൂരിൽ വന്നിട്ടും BJP തറപറ്റി. സുരേഷ് ഗോപി ജയിച്ച സ്ഥലത്താണ് കോൺഗ്രസ് മിന്നിച്ചത്. എന്തെങ്കിലും തരത്തിലുള്ള വീഴ്ച സംഭവിച്ചുവെങ്കിൽ പരിശോധിക്കുമെന്നും ജോസഫ് ടാജറ്റ് പറഞ്ഞു. പാർട്ടി പ്രഖ്യാപിക്കും, അന്വേഷിക്കും, വേണ്ട നടപടികൾ. പിന്നെ ഇവിടെ UDFന് നില മെച്ചപ്പെടുത്താൻ പറ്റി എന്നുള്ളത് സത്യമാണ്. ഒരു സീറ്റ് എന്നുള്ളത് 4 സീറ്റാക്കിയിട്ടുണ്ട്. അതിലും വിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്
ഒരു MP-യെ സമ്മാനിച്ച ജില്ലയാണ് തൃശ്ശൂർ. അവിടെ BJP-യെ 3-ാം സ്ഥാനത്തേക്ക് വിടാൻ ഞങ്ങൾക്ക് സാധിച്ചു എന്നുള്ളതാണ്. ആ പോരാട്ടത്തിൽ ഞങ്ങൾ വിജയിച്ചു. ഇത്ര വലിയ തിരുവനന്തപുരത്ത് 2 സീറ്റ് BJP-ക്ക് നേടിയെടുത്തു. ഇവിടെ MP-യെ ജയിപ്പിച്ച സ്ഥലമാണ്. പാർലമെൻറ്റിൽ MP ജയിച്ചു പോയ സ്ഥലത്ത് ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് 1-ാം സ്ഥാനത്തെത്താൻ സാധിച്ചു. ഇപ്പോൾ BJP പാർലമെൻറ്റ് സെക്ടറിൽ 6 സ്ഥലത്ത് BJP 1-ാം സ്ഥാനത്തായിരുന്നു, ഞങ്ങൾ 3-ാം സ്ഥാനത്തായിരുന്നു. അവിടെ BJP-യെ 3-ാം സ്ഥാനത്താക്കാൻ സാധിച്ചു. അപ്പം ഞങ്ങളെ സംബന്ധിച്ച് BJP-യെ തടഞ്ഞു നിർത്താൻ സാധിച്ചു എന്നുള്ളത് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ നേട്ടം. ഒല്ലൂരിലെ പരാജയത്തെക്കുറിച്ച് പഠിക്കുമെന്ന് UDF സ്ഥാനാർത്ഥിയായിരുന്ന അഡ്വക്കേറ്റ് ഷാജി കോടങ്കണ്ടത്ത് തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് പിഴവ് പറ്റിയിട്ടുണ്ടെങ്കിൽ KPCC തലത്തിൽ അന്വേഷണം നടത്തും. തൃശൂരിൽ 4 സീറ്റിൽ ഒതുങ്ങിയതിൽ നേതാക്കൾക്ക് പ്രയാസമുണ്ടെന്നും ഷാജി കോടങ്കണ്ടത്ത് പറഞ്ഞു. പരാജയത്തെക്കുറിച്ച് ഞങ്ങൾ പഠിക്കും. എന്തായാലും സംഘടനാ ഭാഗത്തുനിന്ന് എന്തെങ്കിലും വീഴ്ചയുണ്ടായി അതിനെക്കുറിച്ച് പഠിക്കും. നേതാക്കളുടെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് പഠിക്കുക. എന്തായാലും തൃശ്ശൂർ നമ്മൾ കേരളം ഇത്രയും വലിയ വിജയം ഉണ്ടായപ്പോൾ തൃശ്ശൂരിലത്തെ 4 സീറ്റിൽ ഒതുങ്ങിയതിൽ പാർട്ടി പ്രവർത്തകർക്കും നേതാക്കൾക്കും ഒക്കെ വിഷമമുണ്ട്. കൊല്ലൂരിൽ തോൽവി ഉണ്ടായതിനെ സംബന്ധിച്ച് മറ്റേ പാണഞ്ചേരിയും പുത്തൂരും നമ്മൾ പ്രതീക്ഷിച്ച ലീഡ് വന്നില്ല. അതുപോലെ തന്നെ മാടക്കത്തറ ഈ തരംഗത്തിൽ പോലും 4000 ചില്ലാനം വോട്ടിന് LDF-ന് ലീഡ് വന്നു. നമ്മൾ 2500 വോട്ടിലേക്ക് അത് കുറയ്ക്കാൻ പറ്റുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചു. നടന്നില്ല. CPM-ന്റെ ധിക്കാരത്തിനും ധാർഷ്ട്യത്തിനുമുള്ള മറുപടിയാണ് തെരഞ്ഞെടുപ്പിൽ ജനം നൽകിയതെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനും നിയുക്ത കൊടുങ്ങല്ലൂർ MLA-യുമായ OJ ജനീഷ്. PR വർക്ക് കൊണ്ട് ജനങ്ങൾക്കൊന്നും കിട്ടിയില്ല. 10 വർഷത്തെ അധികാര ധാർഷ്ട്യത്തിനെയാണ് ജനം ചെവിക്ക് പിടിച്ച് പുറത്താക്കിയത്. കോൺഗ്രസിനെ പരിഹസിച്ചവർ ഇപ്പോൾ വനവാസത്തിന് പോകേണ്ട ഗതികേടിലാണ്. ഒരു PR പ്രവർത്തനം കൊണ്ടൊന്നും ജനങ്ങളുടെ പ്രയാസങ്ങൾ ഇല്ലാതാക്കാൻ സാധിക്കില്ല. ജനം മണ്ടന്മാരല്ല എന്ന് തെളിയിച്ചൊരു തെരഞ്ഞെടുപ്പ് കൂടിയാണ്. ജനത്തിന് കാര്യങ്ങളെയൊക്കെ വിലയിരുത്താൻ സാധിക്കുമെന്ന് ഇനിയെങ്കിലും ഇടതുമുന്നണി മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. മുഖ്യമന്ത്രിക്ക് പോലും ഒന്ന് ശ്വാസം വിടാൻ 5 റൗണ്ടുകൾ പൂർത്തീകരിക്കപ്പെടേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ ധർമ്മടത്ത് പോലും ജനങ്ങൾ മാറി ചിന്തിച്ചൊരു തെരഞ്ഞെടുപ്പാണ്. UDF-ന്റെ തരംഗത്തിന്റെ പുറകിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് കേരളം മുഴുവൻ അച്ചടിച്ച് വെച്ച ഒരു ചിത്രത്തിലുള്ള മുതലാളിയാണ്. അത് മറ്റാരുമല്ല, കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ്. അദ്ദേഹത്തിന്റെ ചിത്രം ഒരു 10 കൂടി കൂടുതൽ അടിച്ചു വെച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടി സീറ്റിൽ UDF വിജയിച്ചിരുന്ന സാഹചര്യം ഉണ്ടായത്. UDF-ന്റെ വിജയം വർഗീയതയുടെ കൂട്ടുപിടിച്ചാണെന്ന ഇടതുപക്ഷത്തിന്റെ വാദം തോൽവിക്കുള്ള കേവലം ന്യായീകരണം മാത്രമാണ്. ന്യൂനപക്ഷമെന്നോ ഭൂരിപക്ഷമെന്നോ വ്യത്യാസമില്ലാതെ സകലമാന പൗരന്മാരും കേരളത്തിലെ വോട്ടവകാശമുള്ള പൗരന്മാർ UDF-നോടൊപ്പം നിൽക്കാൻ തീരുമാനിച്ച ഒരു തെരഞ്ഞെടുപ്പ് റിസൾട്ടാണ്. അതിന് വർഗീയതയുടെ ചാപ്പ കുത്താൻ ശ്രമിക്കുന്നത് എല്ലാ കാലഘട്ടത്തിലും തെരഞ്ഞെടുപ്പ് പരാജയപ്പെടുമ്പോൾ CPM കണ്ടെത്തുന്ന ഒരു ക്യാപ്സ്യൂളാണ്. അതൊന്നും ഇനി കേരളത്തിൽ ഓടാൻ വേണ്ടി പോകുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ജനം നൽകിയ മികച്ച വിജയം UDF-ന്റെ ഉത്തരവാദിത്തം കൂട്ടി. കൊടുങ്ങല്ലൂരിലെ തന്റെ വിജയം UDF തരംഗത്തിനൊപ്പം മണ്ഡലത്തിലെ വികസന മുരടിപ്പിനുള്ള ജനവികാരമാണെന്നും ജനീഷ് തൃശ്ശൂരിൽ പറഞ്ഞു. തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് എല്ലായിടത്തും ആഞ്ഞടിച്ച ഒരു തരംഗം അവിടെയും ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല കഴിഞ്ഞ 10 വർഷക്കാലത്തെ ഭരണ മുരടിപ്പ്, വികസന മുരടിപ്പാണ് പ്രധാനമായും അവിടെ ചർച്ച ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയത്. വലിയ കോട്ടയാണ്, ഇടതുപക്ഷത്തിന് മാത്രം വിജയിക്കാൻ സാധിക്കുന്ന ഒരു സീറ്റാണ് എന്നുള്ള പ്രചരണമൊക്കെ ഒരുപാടുണ്ടായിരുന്നു. അതൊരു കോട്ടയല്ല. ജനാധിപത്യത്തിൽ കോട്ടകൾക്കൊന്നും ഒരു സ്ഥാനമില്ല എന്ന് ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് തെളിയിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. മന്ത്രിസഭയിൽ യൂത്ത് കോൺഗ്രസിന് അംഗങ്ങൾ ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് കൈപ്പത്തിയിൽ മത്സരിച്ച് വിജയിച്ച യുവാക്കൾക്ക് പ്രാതിനിധ്യം ഉണ്ടാകുമെന്നായിരുന്നു ജനീഷിന്റെ മറുപടി. എന്നോടൊപ്പം സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയിൽ നിന്ന് സ്ഥാനാർത്ഥികളായ ബഹുഭൂരിപക്ഷം ആളുകളും വിജയിച്ചു. നാദാപുരത്തും അതോടൊപ്പം തന്നെ ആറന്മുളയിലും അടക്കമുള്ള സീറ്റുകളിലൊക്കെ തന്നെ വിജയിച്ചു വരുന്ന സാഹചര്യമുണ്ടായി. കോൺഗ്രസിന്റെ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച് വിജയിച്ച ആളുകളിൽ നിന്ന് മന്ത്രിമാരുണ്ടാകും. യൂത്ത് കോൺഗ്രസിന് കോട്ടയൊന്നും അങ്ങനെ കഴിഞ്ഞ കാലഘട്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ എങ്കിൽ കൂടി മന്ത്രിസഭയ്ക്കകത്ത് പ്രാതിനിധ്യങ്ങളുണ്ടാകും. അത് യുവ പ്രാതിനിധ്യങ്ങളൊക്കെ ഉണ്ടാകും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. യൂത്ത് കോൺഗ്രസിന്റെ ടാഗ്ലൈനിൽ കെട്ടേണ്ട കാര്യമില്ല. തൃശൂർ DCC ഓഫീസിലെത്തിയ ജനീഷിന് പ്രവർത്തകർ ഷാളണിയിച്ചും ബൊക്കെ നൽകിയും സ്വീകരിച്ചു. TCV തൃശൂർ. UDF പ്രവർത്തകർ കൊടകരയിൽ ആഹ്ലാദ പ്രകടനം നടത്തി. കൊടകര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രകടനത്തിന് മണ്ഡലം പ്രസിഡന്റ് VM ആന്റണി, നേതാക്കളായ MK ഷൈൻ, സദാശിവൻ കുറുവത്ത്, വിനയൻ തോട്ടാപ്പിള്ളി, VR രഞ്ജിത്ത്, ബിജി ഡേവിസ്, മിനി ദാസൻ എന്നിവർ നേതൃത്വം നൽകി. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം.
Guruvayur Road near Royal Hospital, Kunnangulam. French Dairy Pistachio Kunafa Bar. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ 100 EV സ്കൂട്ടറുകൾ, ബമ്പർ സമ്മാനമായി ഒരു EV കാർ. സബ്സ്ക്രൈബ് ചെയ്യൂ, റിന്യൂ ചെയ്യൂ, നേടൂ മറ്റനേകം സമ്മാനങ്ങളും. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. വാർത്തകളിലേക്ക്. രാഷ്ട്രീയ വൈരാഗ്യത്തെ തുടർന്ന് UDF മുൻ കൌൺസിലറെയും സുഹൃത്തിനെയും വഴിയിൽ തടഞ്ഞു നിർത്തി മർദ്ദിച്ച സംഭവത്തിൽ 6 പേർക്കെതിരെ വടക്കാഞ്ചേരി പോലീസ് കേസെടുത്തു. മുൻ കൌൺസിലർ ജോയൽ മഞ്ഞില, സുഹൃത്ത് കണ്ണദാസൻ എന്നിവർക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത്. സംഭവത്തിൽ പ്രതികളായ 6 CPM DYFI പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തു. പാർലിക്കാട് കനാൽ പാലത്തിന് സമീപം വച്ചായിരുന്നു സംഭവം. സുഹൃത്തിനോടൊപ്പം ബൈക്കിൽ പോവുകയായിരുന്ന ജോയലിനെ പ്രതികൾ തടഞ്ഞു നിർത്തുകയും അസഭ്യം പറയുകയും കോളറിൽ പിടിച്ച് താഴെയിട്ട് മർദ്ദിക്കുകയുമായിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മുൻ വൈരാഗ്യമാണ് ആക്രമണത്തിന് കാരണമെന്ന് പോലീസ് പറഞ്ഞു. അക്രമത്തിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് നേതൃത്വത്തിൽ വടക്കാഞ്ചേരിയിൽ പ്രതിഷേധ പ്രകടനം നടത്തി. DCC ജനറൽ സെക്രട്ടറിമാരായ K. അജിത് കുമാർ, NR സതീശൻ, ബ്ലോക്ക് പ്രസിഡന്റ് PG ജയദീപ്, സെക്രട്ടറിമാരായ EP ജയപ്രകാശൻ തുടങ്ങിയവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. ചെട്ടിക്കാട് വിശുദ്ധ അന്തോണീസിന്റെ തീർത്ഥാടന കേന്ദ്രത്തിലെ ഊട്ടുതിരുനാളിന് കൊടിയേറി. വരാപ്പുഴ അതിരൂപത സഹായമെത്രാൻ ഡോക്ടർ ആന്റണി വാലുങ്കൽ കൊടിയേറ്റം നിർവഹിച്ചു. ഡോക്ടർ ജോഷി മയ്യാറ്റിൽ വചന സന്ദേശം നൽകി. തിരുനാളാഘോഷത്തിന്റെ ഭാഗമായി ദിവ്യബലി, നൊവേന, ആരാധന തുടങ്ങിയവ നടന്നു. ഫാദർ ജോഷി കല്ലറയ്ക്കൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഈ മാസം 12-നാണ് ഊട്ടുതിരുനാൾ. പോലീസിന്റെ അടിയന്തര പ്രതികരണ സംവിധാനത്തിന്റെ സേവനം ദുരുപയോഗം ചെയ്ത കേസിൽ നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയെ വാടാനപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തു. തളിക്കുളം പത്താങ്കല്ല് സ്വദേശി പണിക്കവീട്ടിൽ ഷാഹിദാണ് അറസ്റ്റിലായത്. വധശ്രമ കേസിലെ പ്രതിയെ ലുക്കൌട്ട് സർക്കുലർ പ്രകാരം കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്നും കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. എടവിലങ്ങ് സ്വദേശി മന്നോളി വീട്ടിൽ ജ്യോതിഷിനെയാണ് അറസ്റ്റ് ചെയ്തത്. വി. മാധവിക്കുട്ടി രചിച്ച ഓർമ്മ ചിത്രങ്ങൾ എന്ന പുസ്തകം തൃശൂരിൽ പ്രകാശനം ചെയ്തു. തൃശൂർ ലിറ്റററി ഫോറത്തിന്റെയും ചേറൂർ സാഹിതി സാംസ്കാരിക കേന്ദ്രത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സാഹിത്യ അക്കാദമിയിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ സാഹിത്യകാരന്മാരായ അശോകൻ ചെരുവിൽ, MD രത്നമ്മ, K. രഘുനാഥൻ, കവി ഡോക്ടർ C. രാവുണ്ണി, K. ഉണ്ണികൃഷ്ണൻ, പ്രൊഫസർ K. സുലോചന, അപർണ ബാലകൃഷ്ണൻ തുടങ്ങിയവർ ചേർന്ന് പുസ്തകം വായനക്കാർക്ക് സമർപ്പിച്ചു. റെയിൽവേ ട്രാക്കിന് സമീപത്തെ കാട്ടിൽ ഒളിച്ചിരുന്ന 11-കാരനെ രക്ഷിച്ച് തൃശൂർ റൂറൽ പോലീസ്. മുരിയാട് ഭാഗത്തെ റെയിൽവേ ട്രാക്കിലൂടെ കുട്ടി ഓടുന്നത് നാട്ടുകാരാണ് ആളൂർ പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചത്. ആളൂർ സ്റ്റേഷൻ ഇൻസ്പെക്ടർ KV ഹരിക്കുട്ടൻ, പ്രിൻസിപ്പൽ SI മനു P. ചെറിയാൻ, ഗ്രേഡ് SI K. ജയകുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ വിവിധ സംഘങ്ങളായി തിരിഞ്ഞു നടത്തിയ തിരച്ചിലിനൊടുവിൽ മുരിയാട് പൂവശ്ശേരിക്കാവ് റെയിൽവേ ഗേറ്റിനും മനപ്പടി റെയിൽവേ ഗേറ്റിനും ഇടയിലുള്ള സ്ഥലത്തെ ട്രാക്കിന് സമീപത്തെ കുറ്റിക്കാട്ടിൽ നിന്ന് കുട്ടിയെ കണ്ടെത്തുകയായിരുന്നു. നാട്ടികയിൽ 6.5 കിലോ കഞ്ചാവും മാരകായുധങ്ങളും പിടികൂടിയ കേസിൽ ഒരാൾ കൂടി അറസ്റ്റിൽ. വലപ്പാട് കഴിമ്പ്രം സ്വദേശി തൊട്ടാരത്ത് വീട്ടിൽ നന്ദുകൃഷ്ണനെയാണ് തൃശൂർ റൂറൽ പോലീസിന്റെ പിടിയിലായത്. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B. കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. കുട്ടികളിൽ സംരംഭകത്വവും സഹകരണവും വളർത്തുകയെന്ന ലക്ഷ്യത്തോടെ ചെറുമനങ്ങാട് മഹല്ല് ഹിദായത്തുൽ ഇസ്ലാം മദ്രസയിൽ കുട്ടിച്ചന്ത സംഘടിപ്പിച്ചു. മദ്രസ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും എത്തിച്ച വൈവിധ്യമാർന്ന ഭക്ഷണ വിഭവങ്ങൾ കുട്ടിച്ചന്തയെ ശ്രദ്ധേയമാക്കി. ചെറിയ പ്രായത്തിൽ തന്നെ സാമൂഹികമായി ഇടപഴകാനുള്ള അവസരം കുട്ടികൾക്ക് ഈ ചന്തയിലൂടെ ലഭിച്ചു. മദ്രസ കമ്മിറ്റിയുടെയും അധ്യാപകരുടെയും മേൽനോട്ടത്തിലാണ് പരിപാടി വിജയകരമായി പൂർത്തിയാക്കിയത്. കോടാലി കടമ്പോട് ആനന്ദ കലാസമിതി വായനശാല ബാലവേദിയുടെ ആഭിമുഖ്യത്തിൽ വായന കളരി സംഘടിപ്പിച്ചു. കവി പ്രകാശൻ ഇഞ്ചക്കുണ്ട് ഉദ്ഘാടനം ചെയ്തു. ബാലവേദി പ്രസിഡന്റ് PA വൈഷ്ണവി അധ്യക്ഷത വഹിച്ചു. വായനശാല സെക്രട്ടറി PS അംബുജാക്ഷൻ, ബാലവേദി സെക്രട്ടറി ഇമ്മാനുവൽ ഷാജു തുടങ്ങിയവർ സംസാരിച്ചു.
തൃത്തല്ലൂർ കിഴക്കേ ടിപ്പു സുൽത്താൻ റോഡിൽ ചേലോട് പാലത്തിനടുത്ത് കുടിവെള്ള പൈപ്പ് പൊട്ടി 3 ദിവസമായി കുടിവെള്ളം പാഴാകുന്നു. ജല അതോറിറ്റി കരാറുകാരൻ JCB കൊണ്ട് റോഡ് പൊളിച്ചതാണ് പൈപ്പ് പൊട്ടാൻ ഇടയാക്കിയത്. അധികൃതർക്ക് പരാതി നൽകിയിട്ടും നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധിച്ച് ചേലോട് റെസിഡൻസ് അസോസിയേഷൻ പ്രതിഷേധ യോഗം ചേർന്നു. പ്രസിഡന്റ് ജയതിലകൻ ചാളിപ്പാട്ട് അധ്യക്ഷത വഹിച്ചു. ഖാദർ ചേലോട്, R. സെയ്ദു മുഹമ്മദ്, A. ആനന്ദൻ തേറമ്പിൽ, PTR സുശ്രുത ബാബു, സുരേഷ് തച്ചപ്പുള്ളി, PK ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു. സർഗമിത്ര കലാഗ്രാമം ഊരകം സംഘടിപ്പിച്ച ത്രിദിന വേനലവധി ക്യാമ്പ് സമാപിച്ചു. കലാഗ്രാമം പ്രസിഡന്റ് പ്രസാദ് അംഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ചേർപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് സിജോ ജോർജ്, സംവിധായകൻ പ്രിയനന്ദനൻ, ചലച്ചിത്ര നടൻ സുനിൽ സുഗത, സ്കൂൾ മാനേജർ ഇൻചാർജ് വിജയൻ ചേന്നനാഥ്, പ്രൊഫസർ രാജേഷ് നാവാത്ത് തുടങ്ങിയവർ സംസാരിച്ചു. മുൻ MLA US ശശിയുടെ ചരമവാർഷികത്തിന്റെ ഭാഗമായി CPI മാള മണ്ഡലം കമ്മിറ്റി അനുസ്മരണ യോഗം സംഘടിപ്പിച്ചു. സംസ്ഥാന കൌൺസിൽ അംഗം KV വസന്തകുമാർ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം സെക്രട്ടറി MR അപ്പുക്കുട്ടൻ അധ്യക്ഷത വഹിച്ചു. VR സുനിൽകുമാർ, VM വത്സൻ, KV സുജിത്ലാൽ, MK ബാബു തുടങ്ങിയവർ സംസാരിച്ചു. തെരഞ്ഞെടുപ്പിൽ UDFന്റെ ചരിത്ര വിജയത്തിൽ ആഹ്ലാദം പങ്കുവച്ച് UDF ചാഴൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രകടനം നടത്തി. ചാഴൂർ റോഡ് സെന്ററിൽ നിന്ന് ആരംഭിച്ച പ്രകടനം ചിറക്കൽ സെന്ററിൽ സമാപിച്ചു. നേതാക്കളായ ഷൈജു സായിറാം, ജോഷി ആലപ്പാട്ട്, KK രാജേഷ്, CM പരമശിവൻ, ജോൺ ജേക്കബ് തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 13,675 രൂപ, പവന് 1,09,400 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്, സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR Golden Diamonds, MG Road, Thrissur, near bus stand, Tripprayar. വൻ വിജയത്തിന് പിന്നാലെ പുതിയ സർക്കാർ രൂപീകരിക്കാനുള്ള നടപടികളിലേക്ക് കടന്ന UDF. ജില്ലയിൽ നിന്നും മന്ത്രിയുണ്ടാകുമോ എന്ന ആകാംക്ഷയിൽ തൃശൂർ. ജില്ലയിൽ മുന്നണികൾക്ക് ലഭിച്ച വോട്ടിംഗ് ശതമാനത്തിൽ LDFനൊപ്പം പിടിച്ച് UDF. സീറ്റുകളുടെ എണ്ണത്തിൽ മുന്നേറാൻ കഴിയാത്തതിൽ UDFൽ നിരാശ. ഗുരുവായൂർ മണ്ഡലത്തിൽ മുസ്ലിം ലീഗിന്റെ ഉരുക്കുകോട്ടകളിൽ വിള്ളൽ വീണത് CH റഷീദിന്റെ പരാജയത്തിന് കാരണമായതായി വിലയിരുത്തൽ. കടപ്പുറം പൊന്നിയൂർ പഞ്ചായത്തുകളിൽ പ്രതീക്ഷിച്ച മുന്നേറ്റം ഉണ്ടാക്കാനായില്ലെന്നും വിലയിരുത്തൽ. ഫലപ്രഖ്യാപനം കഴിഞ്ഞിട്ടും മണലൂരിൽ വിവാദങ്ങൾ കനക്കുന്നു. കോടതിയെ സമീപിക്കാനൊരുങ്ങി TN പ്രതാപൻ. അപരൻ പിടിച്ച 184 വോട്ടുകളും ഫലത്തെ സ്വാധീനിച്ചു. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ വലിയ വിളക്ക് ബുധനാഴ്ച ആഘോഷിക്കും. വിളക്കാഘോഷം ദർശിക്കാൻ ആയിരങ്ങൾ സംഗമേശ്വര സന്നിധിയിലേക്ക് ഒഴുകിയെത്തും. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ 100 EV സ്കൂട്ടറുകൾ, ബമ്പർ സമ്മാനമായി ഒരു EV കാർ.